മലപ്പുറം എടവണ്ണയിൽ വൻ ആയുധവേട്ട 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. 200-ലധികം വെടിയുണ്ടകളും 40 പെല്ലറ്റ് ബോക്സും കണ്ടെത്തി. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് വൻ ആയുധശേഖരം പിടിച്ചെടുത്തത്. വീട്ടുടമസ്ഥൻ ഉണ്ണിക്കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഇത് അസാധാരണമായ സംഭവമാണ്. ഇത്രയും അധികം ആയുധങ്ങൾ ഒരു വീട്ടിൽ നിന്നും പിടിച്ചെടുക്കുക. എന്താണ് ഇതിന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് പോലീസ് ഈ രീതിയിലുള്ള തെരച്ചിലിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത്? ഒപ്പം എന്താണ് ഉണ്ണിക്കമ്മദിന്റെ ഒരു പശ്ചാത്തലം? പ്രജിൻ, ഈ എടവണ്ണ അരീക്കോട് റോഡിലാണ് ഉണ്ണിക്കമ്മദിന്റെ താമസം. 67 വയസ്സുണ്ട്. ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ തുടക്കം അത് പാലക്കാട് നിന്നാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു വെടിയുണ്ട കണ്ടെത്തിയിരുന്നു. ഒരു യുവാക്കളിൽ നിന്നാണ് ഈ വെടിയുണ്ട കണ്ടെത്തിയത്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ എടവണ്ണയിലെ ഉണ്ണിക്കമ്മദിന്റെ വീട്ടിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഈ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് 3 റൈഫിളുകളും 20ഓളം എയർ ഗണ്ണുകളും 40 പെലറ്റ് ബോക്സുകളും മറ്റ് വെടിയുണ്ടകളും കണ്ടെത്തിയിരിക്കുന്നത്. 200-ലധികം വെടിയുണ്ടകൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 2 റൈഫിളുകൾ കയ്യിൽ വെക്കാനുള്ള ലൈസൻസ് ഉണ്ണിക്കമ്മദിനുണ്ട്. മറ്റൊന്നുള്ളത് വളരെ അസാധാരണമായി മാത്രം, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പൊതുജനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും കൈവശം വെക്കാൻ കഴിയില്ല എന്നുറപ്പുള്ള 315 എന്നുള്ള ഒരു ഗണ്ണ് ഇയാളുടെ കയ്യിൽ നിന്ന്, അങ്ങനെ ഒരു റൈഫിൾ ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ 54 വെടിയുണ്ടകളും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ലൈസൻസും ഈ ഉണ്ണിക്കമ്മദിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. ഇതിൽ പോലീസ് ഉടൻ തന്നെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഒപ്പം തന്നെ ഈ എയർ ഗണ്ണുകൾ 20ഓളം എയർ ഗണ്ണുകളും ആ വീട്ടിലുണ്ടായിരുന്നു. ഇത് വിൽപ്പനയായിരുന്നു പ്രധാനപ്പെട്ട ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. വിൽപ്പനയാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള ലക്ഷ്യവും. ഈ എയർ ഗണ്ണുകൾക്ക് വിൽപ്പന നടത്തുന്നതിനുള്ള പ്രത്യേക ലൈസൻസ് ജില്ലാ കലക്ടറുടേതായിട്ട് വേണം. ഇത്തരത്തിലുള്ള ഒരു രജിസ്ട്രേഷനോ അതിന്റെ രജിസ്റ്ററോ മറ്റൊന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല. അതിനുള്ള ഒരു ലൈസൻസും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തോക്കുകളും തിരകളും ഒക്കെ സൂക്ഷിക്കുക, അത് വിൽപ്പന നടത്തുക എന്നുള്ള ഒരു ക്രൈസ് ഇയാൾക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന ഒരു വിവരം തന്നെ. അപ്പോൾ കൂടുതലായി കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിന് മാത്രമായിരിക്കും ഇത്രയേറെ തിരകൾ എവിടെ നിന്ന് ലഭിച്ചു എന്നതിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരികയുള്ളൂ. പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം. ഈ എയർ ഗണ്ണുകളൊക്കെ പല ആളുകൾക്കായിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുകൂടി ഈ ഒരു അന്വേഷണത്തിൽ വരും എന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഇയാൾ വിദേശത്തായിരുന്നു. അവിടെ നിന്നും തിരിച്ചെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ തോക്കുകൾ വീട്ടിൽ വെക്കുകയും അപ്പോൾ ലൈസൻസിന്റെ ഒരു മറവിൽ, അതായത് 2 തോക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള മറവിൽ കൂടുതൽ അളവിൽ തിരകളും മറ്റ് ആയുധങ്ങളും വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ കേസിൽ ഉള്ളത്. മിലിറ്ററി ഉപയോഗിക്കുന്ന അടക്കമുള്ള ചില തിരകളും ഇയാളുടെ കൈവശത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ളത് പോലീസിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതായിരിക്കും കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരികയുള്ളൂ. ശരി, എന്തായാലും അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തിനാണ് ഇത്രമാത്രം ഒരു ശേഖരം, ആയുധങ്ങളുടെ ശേഖരം, അതും വെടിക്കോപ്പുകൾ എങ്ങനെയുണ്ടായി, ആ വീട്ടിൽ എത്രമാത്രം എങ്ങനെ സൂക്ഷിച്ചു, എന്തിനു സൂക്ഷിച്ചു, എത്ര നാളായി സൂക്ഷിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. 2 തോക്കുകളുടെ ലൈസൻസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പക്കലുള്ളത്. അതുപയോഗിച്ചാണ് ഇത്രമാത്രം വലിയൊരു ആയുധശേഖരം ആ വീട്ടിൽ ഉണ്ണിക്കമ്മദ് സൂക്ഷിച്ചത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.